ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഭഗവാൻ പറഞ്ഞു തരുന്ന ഈ ജീവിത വിജയം നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്, നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതുമാണ്. പ്രൊവൈഡഡ്. നാം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വിജയമാണ് ഗീത കാണിച്ചു തരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വിജയം നേടണമെങ്കിൽ അടിസ്ഥാനമായി നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവ് വേണം. അതാണ് നമ്മൾ അറിയാതെ പോകുന്നതും അത് നമ്മൾ അറിയാത്തത് കൊണ്ടാണ് സകല ദുരിതങ്ങളും നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം പൂർവികർ പറഞ്ഞത് അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. അജ്ഞാനമാകുന്ന തിമിരം മാറാത്തോടത്തോളം കാലം കാഴ്ച ശരിയാവില്ല. അപ്പം എന്ത് അജ്ഞാനമാണ് നമുക്ക് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ അടിസ്ഥാനമായിട്ട് അറിയില്ല. അപ്പം നമ്മളെന്ന് പറയുന്നത് ആരാണ്? നാം ആവർത്തിച്ച് ഇത് കണ്ടുവെങ്കിലും വീണ്ടും ആവർത്തിക്കുകയാണ്. നാം എന്ന് പറയുന്നത് ഊർജമാണ്. ഏത് ഊർജം? എല്ലാം അറിയുന്ന ബോധ ഊർജം. അത് മറക്കരുത് നിങ്ങൾ. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ഊർജത്തിൽ നിന്നാണ് രൂപപ്പെട്ടതെന്ന ആധുനിക സയൻസിൻ്റെ കണ്ടുപിടുത്തത്തിന് മുമ്പ് തന്നെ ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, അവ്യക്താധീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത്. ഇതെല്ലാം മുമ്പ് അവ്യക്തമായിരുന്നു, കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്തതാണ്. അപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ ഊർജത്തെ നമുക്ക് കാണാൻ സാധ്യമല്ല. അത് സൂക്ഷ്മമായ മൈക്രോസ്കോപ്പിലൂടെയൊക്കെ കാണുമ്പോൾ ആ തരംഗങ്ങൾ, വൈബ്രേഷൻസൊക്കെ ശാസ്ത്രജ്ഞന്മാർ കാണുകയുണ്ടായി. ഇത് ഭാരതീയ ഋഷിവര്യന്മാർ വളരെ സൂക്ഷ്മമായി കണ്ടെത്തിയിരുന്നു തങ്ങളിൽ തന്നെ. അപ്പോൾ അവർക്ക് മനസ്സിലായി നിരീക്ഷകനായ ബോധ ഊർജത്തിലാണ് നിരീക്ഷിക്കപ്പെടുന്ന പ്രപഞ്ച ഊർജ ചലനം നടക്കുന്നത്. ഇവിടെ ഈ രണ്ട് ശക്തികളാണ്. ഒന്ന് നിരീക്ഷകനായ ബോധ ഊർജം. ആ ബോധ ഊർജത്തിൻ്റെ ഇൻ്റലിജൻസിലാണ്, അതിൻ്റെ ജ്ഞാനത്തിലാണ് ഈ പ്രപഞ്ച ഊർജം നിയമങ്ങൾ ഉൾക്കൊണ്ട് അത് ചലിച്ച് പലതായി തീർന്ന് വികസിച്ച് രൂപങ്ങളായി വീണ്ടും ആ രൂപങ്ങൾ സങ്കോചിച്ച് ഊർജമായി പരിണമിക്കുന്നത്. കടൽ തിരമാലകൾ കരയിലേക്ക് കയറി തിരിച്ച് കടലിലേക്ക് പോകുന്ന പോലെ സൂക്ഷ്മമായ ശക്തി പല പരിണാമങ്ങൾ സംഭവിച്ച് സ്ഥൂലമായ രൂപങ്ങളായി വീണ്ടും ആ സ്ഥൂല രൂപം പരിണാമം സംഭവിച്ച് ഉള്ളിലേക്ക് വലിയുന്നു. എന്ന് വെച്ചാൽ ഊർജമായി പരിണമിക്കുന്നു. അപ്പോൾ ഊർജം രൂപമാകുന്നു, രൂപം ഊർജമാകുന്നു. ഈ ഒരു പ്രക്രിയ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇത് തന്നെയാണ് നടക്കുന്നത്. നിങ്ങൾ കുറേ ശ്രദ്ധിച്ച് കാണും, കുട്ടികൾ ബബിൾഗൊക്കെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ വീർപ്പിച്ചുകൊണ്ട് വീണ്ടും അത് ഉള്ളിലേക്കാക്കി ചവച്ചരയ്ക്കുന്ന പോലെ ഇതുപോലെയാണ് പ്രപഞ്ചം. അല്ലാതെ ഇത് ആകാശത്തിൽ നിന്ന് സ്വർഗത്തിലിരുന്ന ആളെ സൃഷ്ടിച്ചതല്ല. ഇത് ഒരു ഇൻ്റലിജൻസിൻ്റെ സാന്നിധ്യം കൊണ്ട്, ബോധത്തിൻ്റെ സഹായം കൊണ്ട്, സാന്നിധ്യം കൊണ്ട് വികസിച്ചു. അപ്പോൾ വികസിച്ചപ്പോൾ കാലം, ദേശം, ദ്രവ്യം എന്ന രൂപത്തിൽ ഇത് വികസിച്ച് ഒരു 3 ഡയമെൻഷൻ എന്നൊക്കെ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയില്ലേ, അങ്ങനെ ഇതങ്ങനെ വികസിച്ച രൂപങ്ങളായി. ഇനി ആ രൂപം തിരിച്ച് ഊർജമാകുമ്പോൾ അടിസ്ഥാനമായി നാം ഊർജമാണ്. ഏത് ഊർജം? ചലനാത്മകമായ പ്രപഞ്ച ഊർജമല്ല, അതിനെ അറിയുന്ന, അതിനെ കാണാൻ പറ്റുന്ന ബോധ ഊർജം. അതുകൊണ്ട് നമുക്ക് മനസ്സിലെ ചിന്തകളെ പോലും കാണാൻ സാധിക്കുന്നു. എന്ന് വെച്ചാൽ അറിയാൻ സാധിക്കുന്നു അതിൻ്റെ ചലനത്തെ. നിങ്ങളുടെ മനസ്സിൻ്റെ ഓരോ മൂഡുകളും നിങ്ങളാണ് ആദ്യം അറിയുന്നത്. എനിക്ക് ഒരു സുഖമില്ല, എനിക്കൊരു സന്തോഷമില്ല, എനിക്കൊരു തൃപ്തിയില്ല, എൻ്റെ മനസ്സിനിപ്പോൾ ഒരു മൂഡില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളത് അറിയുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു അറിവ്, അതിനെ ഏറ്റവും നമ്മൾ അടിവരട്ടോളം ആ അറിവ്, അതാണ് ബോധ ഊർജം. ആ അറിവിലാണ് ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതും അനുഭവിക്കുന്നതും ചെയ്യുന്നതും എല്ലാം. നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ടിരുന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ രാവിലെ ഉണരുന്നത് മുതലല്ലേ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്? മനസ്സെന്നൊരു ശക്തി ഉണരാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ മനസ്സ് എവിടെ നിന്നാണ് ഉണർന്നത്? അന്വേഷിക്കണ്ടേ? ഈ മനസ്സ് ശരീരത്തിൽ എവിടെയാണ്? നമ്മളാരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ശരീരത്തിൽ ബ്രെയിനിലാണെന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് 3-ാമത്തെ മാസം മുതലൊക്കെയാണ്. അപ്പം 3-ാമത്തെ മാസം മുതലാണോ, ബ്രെയിൻ വന്നപ്പോഴാണോ കുട്ടിക്ക് ഈ മനസ്സുണ്ടായത്? മനസ്സും ജീവനൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാരണം ഈ മനസ്സ് എന്ന് പറയുന്ന ചിന്തകൾ അസ്തമിച്ചാൽ തന്നെ
കുട്ടിയുടെ ഒരു 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 വ്യക്തിയെ നമ്മൾ അബോധാവസ്ഥയിലൊക്കെ കിടക്കുന്ന ആളുകളില്ലേ, നമ്മളൊരു പറയും ജീവച്ഛവം എന്നാണ് പറയുക. ഒരു ശവം പോലെ കിടക്കുന്നു. കാരണം ജീവൻ എന്ന് പറയുന്നത് കേവലം അതിൻ്റെ ഒരു നിലനിൽപ്പ് മാത്രമായി, അതിനൊരു ആ ജീവനൊരു പ്രകടനമില്ല. ഇപ്പം ജീവന് പ്രകടമാവണമെങ്കിൽ മനസ്സ് വേണ്ടേ? അപ്പോൾ ആ മനസ്സെന്ന് പറയുന്നത് ഈ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണോ രൂപപ്പെട്ടിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ശരീരത്തിൽ എവിടെ വേദന വന്നാലും നമുക്ക് അവിടെയാണ് വേദന അനുഭവപ്പെടുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പറയും തലയിൽ നിന്ന് ഇമ്പൾസുകൾ അവിടെ എത്തുന്നത് കൊണ്ട് നമുക്ക് ആ സംവേദനം അറിയുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ വേദന നമ്മുടെ കാലിൽ തന്നെയാണ് നമ്മൾ അറിയുന്നത്. കാലിൽ മരവിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് വേദന അറിയുന്നില്ല. അപ്പം നമ്മുടെ മനസ്സ് ശരീരത്തിൽ എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അത് എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാ ഭാഗത്തെയും ഫീലിങ്സ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, മനസ്സെന്ന് പറയുന്നത് സൂക്ഷ്മമായ ശക്തിയാണ്. ആ സൂക്ഷ്മമായതൊരിക്കലും, ശ്രദ്ധിക്കണം നിങ്ങൾ, സൂക്ഷ്മമായതൊരിക്കലും ഒരു സ്ഥൂലമാണെന്ന് എത്ര നിങ്ങൾ തെറ്റായി പഠിപ്പിച്ചാലും ശരിയാവില്ല. അതുകൊണ്ടാണ് മെഡിക്കൽ സയൻസിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോഴും വ്യക്തമല്ല, ഈ ബ്രെയിൻ ആൻഡ് മൈൻഡ് എന്താണെന്ന്. മരിച്ചു കഴിഞ്ഞ ആളുകളുടെ ബോഡിയിൽ അല്ലെങ്കിൽ ആ തലയിൽ ബ്രെയിൻ കിടക്കുന്നുണ്ട്, പക്ഷെ മനസ്സിൽ ഇത് രണ്ടും ഒന്നാണെങ്കിൽ അവിടെ തന്നെ കിടക്കേണ്ടതല്ലേ? അപ്പോൾ അതെവിടെ പോയി? ആ തോട്ട്സുകൾ എവിടെ പോയി? തോട്ട്സുകൾക്ക് നാശമുണ്ടോ? തോട്ട്സുകൾ നശിക്കുമോ? കാരണം അത് ഊർജ്ജമല്ലേ, ഊർജ്ജത്തിന് നാശമുണ്ടോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ ഒരു വ്യക്തത ഈ കാര്യത്തിൽ നമുക്ക് തരാൻ ഇവർക്കൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ മനസ്സെന്ന് പറയുന്ന സാധനം ഉണരുന്നതോടുകൂടി നാം പല വ്യവഹാര പ്രവൃത്തികളും ചെയ്യുന്നു. ആ മനസ്സുള്ളതുകൊണ്ടാണ് അറിവ്, അനുഭവം, ഫീലിങ്സ് ഒക്കെ നമുക്കുണ്ടാവുന്നത്. പ്രവൃത്തികളൊക്കെ മനസ്സുകൊണ്ടാണ് നമ്മൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, മനസ്സ് കെട്ടടങ്ങി കിടന്നാൽ ഉറക്കത്തിൽ നമുക്ക് വല്ല പ്രവൃത്തിയും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ ശരീരത്തിന് പോലും പ്രവൃത്തികൾ ചെയ്യാനുള്ള പ്രേരണ കൊടുക്കുന്ന മനസ്സ്, അതാരും അറിയുന്നില്ല, പഠിക്കുന്നില്ല. മനസ്സൊക്കെ അറിയാന്നുള്ള രീതിയിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ മനസ്സാണ് മതം എന്ന് നമ്മൾ പഠിക്കണം. എനിക്കിവിടെയാണ് ഗവൺമെൻറ്റിനോടൊക്കെ പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് മനസ്സിനെക്കുറിച്ച് വിദ്യാഭ്യാസം കൊടുക്കണം. അല്ലെങ്കിൽ ഈ മനസ്സ് ശരിയാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എത്ര റിസർവേഷൻ കൊടുത്തിട്ടും സമ്പത്ത് കൊടുത്തിട്ടും സൗകര്യങ്ങൾ കൊടുത്തിട്ടും കാര്യമില്ല. കാരണം ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആറ്റിറ്റ്യൂഡിനനുസരിച്ച് അവർക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ മനസ്സിൽ മുഴുവൻ കുറേ ആലസ്യവും അതുപോലെ തന്നെ അസ്വസ്ഥതകളുമാണ് ഉള്ളതെങ്കിൽ എത്ര ക്വാളിറ്റി വർക്ക് അവരിൽ നിന്നും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്? അപ്പോൾ അവരുടെ മനസ്സിനെ നേരെയാക്കി എടുക്കാനുള്ള, റിഫോം ചെയ്തെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ മനസ്സിനെക്കുറിച്ചുള്ള ഒരു അറിവ് വേണ്ടേ? അതുകൊണ്ടാണ് ഋഷിവര്യന്മാർ നമ്മൾ ഓർമ്മിപ്പിച്ചത്, അവനവനെക്കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ബോധ മനസ്സിനെക്കുറിച്ച് നാം ശരിക്കും പഠിക്കുക. മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, ഈ ബോധ മനസ്സെന്ന് പറയുന്നതിലാണ് ഈ ജീവിതം മുഴുവൻ വച്ചിരിക്കുന്നത്. അതാണ് ഈ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ആ ബോധ മനസ്സിനെ നാം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം എന്ന് പറയുന്നത് സ്വതന്ത്ര ശക്തിയാണ്. നമുക്ക് ഏത് ചിന്തകളിലേക്കും നമ്മളെ തിരിച്ചുവിടാനുള്ള കഴിവുള്ളവരാണ്. ഇപ്പം നാം പലപ്പോഴും ദുഃഖികളായി തീരുന്നതിന് കാരണം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ചിന്തയെ തന്നെ നമ്മൾ ആവർത്തിച്ചായി വിറക്കുന്നത് കൊണ്ട്, നമ്മൾ അത് തന്നെ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് കൊണ്ട്, നമുക്കതിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റാത്തത് കൊണ്ട് നാം പലരും അസ്വസ്ഥരായിട്ടിരിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് ഏകാഗ്രത കിട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകാഗ്രത കിട്ടാത്ത ചിന്തകളിലേക്കാണ് നമ്മുടെ മനസ്സ് പോകുന്നത്. മീൻസ് ഏകാഗ്രത കിട്ടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ വേണ്ടാത്തതിൽ ഏകാഗ്രതയുണ്ട്, വേണ്ടതിലേ ഏകാഗ്രത ഇല്ലാത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള പല വിഷയങ്ങളിലേക്കും മനസ്സ് പോകുന്നു, ഏതിലാണോ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അതിലേക്ക് വരുന്നില്ല. അപ്പം അതുകൊണ്ട് നാം ഈ മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പം എന്താണ് മനസ്സിൻ്റെ പരിശീലനം? നമുക്കിവിടെ ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? സ്നേഹം വേണം, സന്തോഷം വേണം, സംതൃപ്തി വേണം, അല്ലേ? ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ടത്. ഇതൊക്കെ കിട്ടുന്നത് എപ്പോഴാണ്? ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പ്രകടിപ്പിക്കുമ്പോഴാണ്, പ്രവർത്തിക്കുമ്പോഴാണ്, ചെയ്യുമ്പോഴാണ്. അപ്പം അതുകൊണ്ട് നാം മനസ്സിനെ പഠിപ്പിക്കണം, പ്രതീക്ഷിക്കുന്നത് കിട്ടുന്നതിലല്ല സുഖം. നാം മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ, നമ്മളെക്കൊണ്ട് സേവനം ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് സന്തോഷം പകരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതാണ് സുഖം, സന്തോഷം, സംതൃപ്തി എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു ഭാവനയിൽ ജീവിക്കാൻ നമ്മളെ പരിശീലിപ്പിച്ചെടുത്തേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഈ സംസ്കൃതിയിൽ വലിയൊരു ചുതി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു തെറ്റായ ഭാവന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരിൽ നിന്നും കാര്യങ്ങൾ എടുക്കുക, എല്ലാ അവകാശങ്ങളും പിടിച്ചു വാങ്ങുക, എല്ലാം ഇങ്ങോട്ട് കിട്ടുക, എല്ലാം ഇങ്ങോട്ടാണ്. ദൈവത്തോട് പോലും പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഭഗവാൻ നമ്മളോട് പറയുന്നത് പ്രവർത്തിക്കൂ എന്നാണ്. നിങ്ങൾ കൊടുക്കൂ, പകർന്നു കൊടുക്കൂ, ചെയ്യൂ, നല്ലത് ചെയ്തുകൊണ്ടിരിക്കൂ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ അതിന് നാച്ചുറലി ഓപ്പോസിറ്റ് റിയാക്ഷനുണ്ട്. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, നല്ലത് കൊടുത്താൽ നല്ലത് കിട്ടും. അങ്ങനെ നമ്മുടെ മനസ്സിനെ, ഭാവനയെ വിശാലമാക്കിക്കൊണ്ട് നാം ജീവിക്കുമ്പോൾ നമ്മളെ ഒരിക്കലും ബുദ്ധിഭേദം വരുത്താൻ ഒരാൾക്ക് സാധ്യമല്ല. ആർക്കാണ് ബുദ്ധിഭേദം ഉണ്ടാകുന്നത്? ബുദ്ധിഭേദം ജനയേതെന്നാണ്. ആർക്കാണ് ബുദ്ധിഭേദം ഉണ്ടാവുന്നത്? പ്രതീക്ഷിച്ച് വെച്ച് ജീവിക്കുന്നവർക്ക്. അപ്പോൾ അവർക്ക് ഉത്കണ്ഠയാണ്, കിട്ടുമോ, ഞാൻ പ്രതീക്ഷിച്ച് കിട്ടുമോ, ദൈവമേ എനിക്ക് സംഭവിക്കുമോ, എൻ്റെ ജീവിതത്തിൽ അത് കിട്ടുമോ. അപ്പോൾ ഈ പ്രതീക്ഷകൾ വെച്ച് ജീവിക്കുന്നവർക്ക് എപ്പോഴും ഉത്കണ്ഠയുണ്ട്. അവർക്കാണ് ബുദ്ധിഭേദം, കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള പ്രശ്നങ്ങൾ. പേടിയുള്ളവർക്ക് എപ്പോഴും അസ്വസ്ഥതകളുള്ളൂ. പേടിയാണ് പലപ്പോഴും പല മനുഷ്യനെയും ദുർബലരാക്കുന്നത്. എനിക്ക് നേരിടാൻ പറ്റുമോ, എനിക്ക് ഏകാഗ്രമാക്കാൻ പറ്റുമോ, എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ, അങ്ങനെയുള്ളവർക്കാണ് ബുദ്ധിഭേദമുള്ളത്. നേരെ മറിച്ച് നാം ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു, കൊടുക്കുന്നു. ഇതാണ് എൻ്റെ ധർമ്മം. എൻ്റെ ധർമ്മം പ്രതീക്ഷിച്ചിരിക്കലല്ല, കൊടുക്കലാണ്, ചെയ്യലാണ്. അപ്പം അതിന് ഞാൻ എന്നെ തയ്യാറാക്കണം. ആ തയ്യാറാക്കാൻ ഞാൻ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആരാണോ നിരന്തരം പ്രവർത്തിക്കുന്നത്, നിരന്തരം പരിശീലിക്കുന്നത്, ആ നിരന്തര പരിശീലനം കൊണ്ട് അവർക്ക് വ്യക്തത വരും. ആ വ്യക്തതയുള്ളവരെ ഒരിക്കലും മാനസികമായി താളം തെറ്റിക്കാൻ സാധ്യമല്ല. ഇന്ന് മതങ്ങൾ ഇത്രയും മനുഷ്യനെ ചൂഷണം ചെയ്യുന്നത് എന്ത് പറഞ്ഞിട്ടറിയോ? തെറ്റായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടാണ്. അതിന് ഗവൺമെൻറ്റാണ് ഒരു വലിയ ഉത്തരവാദി. കാരണം ഗവൺമെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് ശാസ്ത്രീയമായ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ് മതങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത്. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് പ്രധാനമായിട്ട് അവർ ദൈവത്തെ ഒരു ശിക്ഷകനും രക്ഷകനുമായിട്ട് വെക്കുകയാണ്. ദൈവമുണ്ടോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? ദൈവമുണ്ടോ? ഒരു വശത്ത് ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഗവൺമെൻറ്, വേറൊരു വശത്ത് ദൈവം ആകാശത്തിലെന്ന് വിശ്വസിക്കുന്ന ഗ്രൂപ്പിനെല്ലാം അങ്ങനെയുള്ള ആളുകൾക്ക് വഴിവിട്ട് സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്. പിന്നെ ഇങ്ങനെയാണ് ഗവൺമെൻറ് നിലനിൽക്കുക? കുറേ കഴിഞ്ഞാൽ ജനങ്ങൾ സത്യം മനസ്സിലാക്കും, ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കും. കാര്യം ഈ ഗീതയും ഭാഗവതവും ഉപനിഷത്തും ആളുകൾ വായിക്കാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് മനസ്സിലാവും. ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് തന്നെയാണ് ഭാരതീയ ഋഷിവര്യന്മാർ പറഞ്ഞത്. ഈശ്വരൻ ആകാശത്തിലോ ഈശ്വരൻ പുറത്തോ അല്ല. ഈശ്വരൻ എന്ന് പറയുന്ന ബോധത്തിനെ വിളിച്ച പേരാണ്. എന്തുകൊണ്ടാണ് ബോധത്തെ ഈശ്വരൻ എന്ന് വിളിച്ചത്? ഈശുത്വമുള്ളത് കൊണ്ട്, എല്ലാറ്റിനും നിയമം കൊടുക്കാൻ സാധിക്കുന്നുമുണ്ട്, ഇൻ്റലിജൻസ് കൊടുക്കാൻ സാധിക്കുന്നുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ഈശ്വര ശക്തി നമ്മളിൽ നിന്നും അന്യമല്ല. നമ്മളും പ്രപഞ്ചവും എല്ലാം ഒന്നു തന്നെ. നിങ്ങളത് വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നോക്കൂ, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് സൂര്യൻ, ചന്ദ്രൻ. നിങ്ങളൊന്ന് വിശാലമായി ചിന്തിക്കുക. ആ സൂര്യചന്ദ്രന്മാരിലൊക്കെ ഉള്ള എല്ലാ രാസഘടകങ്ങളും നമ്മളിലുണ്ട്. ഇപ്പോൾ സൂര്യൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് ഹൈഡ്രജൻ കത്തി ഹീലിയമായിട്ടാണ് ആ വെളിച്ചം നമുക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇനി ചന്ദ്രനിലുള്ളതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള സകല കെമിക്കലും നമ്മളിലുണ്ട്. അപ്പം നിങ്ങളും പ്രപഞ്ചവും വേറെയാണോ? ഇനി നിങ്ങൾ പുറകോട്ട് നോക്കുക. ഈ കെമിക്കലും അതുപോലെ വാതകങ്ങളൊക്കെ നിങ്ങൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഊർജ്ജ തരംഗങ്ങളാണ്. ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോണിലേക്കാണ് എത്തുന്നത്. നിങ്ങളും അതല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പം നിങ്ങളും സൂര്യനും വേറെയാണോ? നിങ്ങളും വായുമണ്ഡലവും വേറെയാണോ? നിങ്ങളും നക്ഷത്രവും വേറെയാണോ? നിങ്ങളും ഭൂമിയും വേറെയാണോ? അടിസ്ഥാനമായി എല്ലാം ഒരേ ഊർജ്ജമല്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇനി ആ ഊർജ്ജത്തെ വികസിപ്പിച്ച് അത് വീണ്ടും സങ്കോചിക്കുന്ന ഒരു നിയമം അനുസരിക്കുന്നുണ്ട്. ആ നിയമം എവിടുന്നാണ് കിട്ടുന്നത്? ഒരു ഇൻ്റലിജൻസ് ഇല്ലാതെ ഒരിക്കലും അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അത് ബോധത്തിൽ നിന്നാണ്. അപ്പോൾ ബോധത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ പ്രപഞ്ച ഊർജം പരിണമിച്ച് രൂപങ്ങളായി വീണ്ടും അത് സങ്കോചിച്ച് ഊർജമായി മാറുമ്പോൾ, ബോധ ഊർജത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇത് നടക്കുമ്പോൾ ഞാനും നിങ്ങളൊക്കെ ഒരേ ബോധ ഊർജവും ആ ഒരേ ബോധ ഊർജത്തിൽ രൂപമായി മാറിയ പ്രപഞ്ച ഊർജവുമല്ലേ? ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഇവിടെ രണ്ട് ബോധ ഊർജവും രണ്ട് പ്രപഞ്ച ഊർജവും ഉണ്ടോ? എല്ലാം ഒന്ന് തന്നെയല്ലേ? ഇപ്പം നിങ്ങൾ നോക്കൂ, ഓരോ മനുഷ്യൻ്റെ ഒരു ജീവികളുടെ ഹൃദയത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഹാർട്ടമിടിക്കുന്നു, രക്തം ശുദ്ധീകരിക്കപ്പെടുന്നു, എല്ലാ ശരീരത്തിലും ഇതാണ് നടക്കുന്നത്. എല്ലാ ശരീരവും ഒരേ തരത്തിലുള്ള നിയമങ്ങളാണ് അനുസരിക്കുന്നത്. അപ്പോൾ ആ നിയമങ്ങളൊക്കെ ഒരേ ബോധത്തിൽ നിന്ന് ഉൾക്കൊണ്ടതാവണ്ടേ? എന്നാലല്ലേ ഒരേ നിയമങ്ങൾ അനുസരിക്കാൻ പറ്റുക. അപ്പോൾ ഓരോരുത്തരുടെ ശരീരത്തെയും നിലനിർത്തുന്ന നിയമങ്ങൾ
ഒരേ ബോധശക്തിയിൽ നിന്ന് രൂപപ്പെട്ടു എന്ന് ഭാരതീയ ഋഷിവര്യന്മാർക്ക് മനസ്സിലായപ്പോൾ അവർ പറഞ്ഞു, ഒരേ ഈശ്വരനിലാണ് പല രൂപങ്ങൾ നിൽക്കുന്നത്, ഏകത്വത്തിൽ നാനാത്വം. ഇതല്ല എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? എന്നാൽ ഇതൊന്നും പഠിപ്പിക്കാതെ അന്ധമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. സ്വർഗത്തിലൊരു ദൈവമുണ്ട്, അദ്ദേഹം നിങ്ങളെ ശിക്ഷിക്കും. ദൈവകൽപ്പനകൾ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കും. എവിടെ കൊണ്ടിടും? നരകത്തിൽ. എന്നാൽ ഈ ആളുകളൊന്ന് ചോദിക്കണ്ടേ, ഈ നരകം ആരുണ്ടാക്കി? ദൈവമുണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടാണ് നരകം ഉണ്ടാക്കിയത്? ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാത്തവരെ കൊണ്ട് അവിടെ ചികിത്സിക്കാൻ. അപ്പം ചോദിക്കട്ടെ, അപ്പം സ്വർഗം നരകം ഈ രണ്ട് സാധനങ്ങളാണ് ഇപ്പോൾ ദൈവം ചെയ്തിരിക്കുന്നത്. നരകം മനുഷ്യനെ ശിക്ഷിക്കാനും സ്വർഗം മനുഷ്യനെ സുഖിപ്പിക്കാനും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കട്ടെ, ഈ നരകം ഉണ്ടാക്കി വെച്ച ദൈവം മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ചില കൽപ്പനകൾ അനുസരിച്ചില്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി ശിക്ഷിക്കും എന്ന് പറയുന്ന ദൈവം, ദൈവം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ദൈവം ചെയ്തത് തന്നെ എല്ലാം ശരിയാണോ? നിങ്ങൾ തന്നെ ചോദിക്കുക. ദൈവം സൃഷ്ടിച്ചതല്ലേ മനുഷ്യനല്ലേ ഇപ്പം നിങ്ങൾ പറയണത്? അപ്പോൾ ദൈവം കൈയില്ലാത്തവനെയും കാലുണ്ടാക്കി, അപ്പോൾ ദൈവത്തിന് എന്ത് തോന്നിയതും ചെയ്യാം. എന്നിട്ട് ദൈവത്തിന് ദൈവത്തിന് നരകമൊന്നും ബാധകമല്ല, ദൈവം എപ്പോഴും സ്വർഗത്തിലിരിക്കുക. എന്തിനാണ് ദൈവം സൗന്ദര്യമില്ലാത്തവരെ സൃഷ്ടിച്ചത്? ദൈവം എന്തിനാ അംഗവൈകല്യമുള്ളവരെ സൃഷ്ടിച്ചത്? മന്ദബുദ്ധികളായിട്ടുള്ളവരെ സൃഷ്ടിച്ചത്? ദൈവം എന്തിനാ ഓട്ടിസം, പല രോഗങ്ങളുണ്ടാക്കി? എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെങ്കിൽ ദൈവമല്ലേ ഏറ്റവും വലിയ ക്രൂരത ചെയ്തത്? അപ്പം ദൈവം ശിക്ഷ അനുഭവിക്കേണ്ടതല്ലേ? ഇതൊക്കെയാണ് തെറ്റായ കാര്യങ്ങൾ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തിട്ട് പേടിപ്പിക്കുന്നത്. ഒരു ദൈവവും നിങ്ങളെ ശിക്ഷിക്കാൻ ആകാശത്തിലില്ല, ഒരു സ്വർഗവും ആകാശത്തിലില്ല. ഇവിടെ ഉള്ളത് ഊർജത്തിൽ നിന്നും വികസിച്ച് തിരിച്ച് ഊർജത്തിലേക്കുള്ള യാത്ര. അപ്പം നിങ്ങൾ ചോദിക്കും, എന്തേ ചിലർ കഴിവില്ലാത്തവരായി, എന്തേ ചിലർ ഇതെല്ലാം മനസ്സിൻ്റെ തലത്തിലാണ്. നമ്മുടെ മനസ്സ് വികസിക്കാതെ പോയാൽ നമ്മളും ഇനിയുള്ള പരിണാമത്തിൽ നമുക്കും അങ്ങനെയുള്ള ജീവിതങ്ങളായിരിക്കും കിട്ടുക. മനസ്സുമായി ബന്ധപ്പെട്ടതാണ് പരിണാമം. ഓരോരുത്തരെയും മനസ്സിനനുസരിച്ചിട്ടാണ് പരിണാമം. അത് ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഓരോ വീട്ടിലേക്ക് നോക്കൂ, നിങ്ങൾ ഓരോരുത്തരുടെയും മാനസികാവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് അവരുടെ എല്ലാ വികസനങ്ങളും നടക്കുന്നത്. മനസ്സ് വളരെ സങ്കുചിതമായിട്ടുള്ളവൻ എവിടെയാണ് വികസിക്കുന്നത്? കേരളത്തിൽ തന്നെ നോക്കൂ നിങ്ങൾ. ഈ കേരളം തന്നെ അതിൻ്റെ തെളിവല്ലേ? ഒരു പണിക്കും പോവില്ല, ഒന്നിനും മെനക്കെടില്ല, അവനെന്നും ദരിദ്രനാണ്, അവൻ മെനക്കെടാൻ തയ്യാറില്ല. അതേപോലെ തന്നെ എന്നും കള്ളും കുടിച്ച് കിട്ടിയത് മുഴുവൻ കള്ളു കുടിച്ച് ജീവിക്കുന്നവന് എന്ത് ഉന്നത ജീവിതം ചിന്തിക്കാൻ പറ്റും? കാരണം അവൻ്റെ കൊച്ചു ലോകം അവൻ്റെ മനസ്സല്ലേ ഉണ്ടാക്കി വെച്ചത്. ആരാ അവനോട് നന്നാവണ്ട പറഞ്ഞത്? ഈ പൈസ മുഴുവൻ കള്ളു കുടിച്ച് തീർക്കാൻ ആരാ പറഞ്ഞത്? ദൈവം പറഞ്ഞു. അപ്പം അവനവൻ്റെ മനസ്സിനനുസരിച്ചല്ലേ ജീവിതം. ഈ മനസ്സ് ദുർബലമാവുന്നതിന് കാരണം നമ്മൾ ദൗർബല്യങ്ങളെ ചിന്തിക്കുന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ബുദ്ധിഭേദം ജനയേത്, നമുക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കരുത്. നമുക്ക് പല വികാരങ്ങളും വരും, നമുക്ക് പല ചിന്തകളും വരും. ഈ വികാരങ്ങളിലൊക്കെ നാം പെട്ടുപോയാൽ പോലും അതിന് പുറത്ത് കടക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെയായി, എൻ്റെ ജീവിതം തളർന്നു, എൻ്റെ ജീവിതം ദുഃഖം, എൻ്റെ ജീവിതം വിഷമം, എൻ്റെ ജീവിതം എന്തായാലും മരിക്കും. അപ്പം നമ്മൾ എന്തിനിങ്ങനെ ദുരിതം അനുഭവിച്ചു മരിക്കണം? അപ്പം അതുകൊണ്ട് ഒരിക്കലും നാം നമ്മളെ ഇടിച്ചു താഴ്ത്തരുത്, നാം നമ്മളെ ദുർബലരാക്കരുത്. എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കൊരു 100,000 പ്രശ്നങ്ങൾ, കാരണം മനുഷ്യനൊരു സമൂഹജീവിയാണ്, അല്ലെങ്കിൽ കുടുംബജീവിയാണ്. കുടുംബത്തിൽ പലരുടെയും പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും, പലരുടെയും പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പം ഇതൊക്കെ ഇപ്പം ഭാര്യയുടെ പ്രശ്നങ്ങൾ, ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ, ഭാര്യ മക്കളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴും കടന്നു പോകുമ്പോഴും അതിൽ തന്നെ കുരുങ്ങി നിൽക്കണോ വേണ്ടേ എന്ന് ആര് ചിന്തിക്കണം? നാം ചിന്തിക്കണം. ബുദ്ധിഭേദം ന ജനയേത്, നമുക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കരുത്. നമ്മളോട് പറയണം, എനിക്കിതിൽ നിന്നും പുറത്ത് കടക്കാൻ കഴിയുന്നവനല്ലേ, ബോധം സ്വതന്ത്രമല്ലേ, ആ ബോധത്തിന് പുറത്ത് കടക്കാനുള്ള കഴിവില്ലേ, എന്തുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ കുരുങ്ങി നിൽക്കുന്നു എന്ന് നാം സ്വയം ചോദിച്ചുകൊണ്ട് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ നാം ശ്രമിച്ചാലേ നമുക്ക് മറ്റുള്ളവരെയും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. സത്യത്തിൽ ഈ ആത്മീയത എന്ന് പറയുന്നത് സ്വയം ഉയരുക, മറ്റുള്ളവരെ കൈപിടിച്ചുയർത്തുക. ഇത് നിങ്ങൾ പരിശീലിച്ചെടുത്താൽ മാത്രമേ നിങ്ങൾക്കിത് ഉപകാരപ്പെടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളോട് പറയണത്, രാവിലെ കൃത്യനിഷ്ഠമായി എണീക്കണം, ജപം പരിശീലിക്കണം. അങ്ങനെ നമ്മൾ ജപം പരിശീലിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുവരുത്തണം. എനിക്കെല്ലാ ചിന്തകളിൽ നിന്നും വിട്ട് ജപത്തിലേക്ക് അങ്ങനെ അലിഞ്ഞിറങ്ങി അതിലെങ്ങനെ മുഴുകിച്ചേർന്ന് അതിലെങ്ങനെ ആസ്വദിച്ച് അതിൽ ആനന്ദിച്ചിരിക്കാൻ എനിക്ക് സാധിക്കും. ഇതൊരിക്കൽ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം നിങ്ങൾ സ്വയം ചോദിക്കുക, ഈ ജപിക്കുന്ന സമയത്ത് തന്നെ വല്ല പ്രശ്നങ്ങൾ അലട്ടിയോ? ഞാൻ എന്തേ അതൊന്നും ചിന്തിക്കാതിരുന്നത്? കാരണം ഞാൻ ഇതിലേക്ക് ഇൻട്രസ്റ്റ് കാണിച്ചപ്പോൾ മറ്റെല്ലാ ചിന്തകളും ഞാൻ വിട്ടു, മറ്റെല്ലാ പ്രശ്നങ്ങളും വിട്ടു. അപ്പോൾ എവിടെയായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ?
ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ അലട്ടിയത്? ഞാൻ അതിന് കൊടുത്ത പ്രാധാന്യമല്ലേ? ഞാൻ അതിന് കൊടുത്ത ഓവർ ഇമ്പോർട്ടൻസ് അല്ലേ? അതുകൊണ്ട് ഇപ്പോഴെനിക്ക് മനസ്സിലായി, എൻ്റെ മനസ്സിൻ്റെ പ്രയോറിറ്റീസ്, എൻ്റെ മനസ്സിൻ്റെ ഇൻട്രസ്റ്റ് ഞാൻ വേറൊന്നിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒരു ചിന്തകൾക്കും എന്നെ തളർത്താൻ സാധ്യമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് തന്നെ നമ്മൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. ഹേയ്, നിങ്ങളെന്തിനാ വിഷമിക്കുന്നത്? അവരുടെ ശ്രദ്ധയെ വേറൊന്നിലേക്ക് കൊണ്ടുപോകും. ചില അമ്മമാർക്കുള്ള ടെക്നിക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. ചില കുട്ടികളൊക്കെ ഉണ്ടല്ലോ, വീടുകളിലൊക്കെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുക, അല്ലെങ്കിൽ വീഴുകയോ കയ്യോ കാലോ മുറിച്ചു കഴിഞ്ഞാൽ, വേദനിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ എന്നും പറഞ്ഞ് കരയുമ്പോൾ അമ്മോടേ ഇതേ കണ്ണ നോക്കണ്ട, അപ്പുറത്ത് നോക്കണ്ട, ആരാ വരുന്നത് എന്താന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയുടെ ശ്രദ്ധയെ ഒന്ന് മാറ്റിക്കൊടുത്ത് ആ കുട്ടി വീണ കാര്യവും മുറിഞ്ഞ കാര്യവും ഒക്കെ മറന്ന് കുട്ടിയുടെ മനസ്സ് വേറെ ലോകത്തിലേക്ക് അമ്മ കൊണ്ടുപോകുന്നത് പോലെ നമുക്കും ഈ കളി നമ്മളോടും നമ്മുടെ കൂടെയുള്ളവരിലൊക്കെ കളിക്കാൻ സാധിച്ചാൽ എവിടെയാ മനുഷ്യന് ദുരിതം? എവിടെയാണ് ദുരിതം? ന ബുദ്ധിഭേദം ജനയേത്. അതാണ് നാം സ്വയം പറയേണ്ടത്. എപ്പോഴൊക്കെ ദുഃഖിക്കുന്നുണ്ടോ, തളരുന്നുണ്ടോ, വിഷമിക്കുന്നുണ്ടോ, അസ്വസ്ഥരാകുന്നുണ്ടോ, പറയണം ന ബുദ്ധിഭേദം ജനയത്. ഒരിക്കലും ബുദ്ധിഭേദം ഉണ്ടാക്കരുത്. എന്ന് വെച്ചാൽ നീ നിൻ്റെ കഴിവിനെ മറക്കരുത്, നീ നിൻ്റെ ശക്തിയെ മറക്കരുത്, നീ നിൻ്റെ സാധ്യതകളെ മറക്കരുത്, നീ നിൻ്റെ ഉൾക്കരുത്തിനെ മറക്കരുത്. നീ ഇങ്ങനെ ഉപബോധ മനസ്സിൽ കുരുങ്ങി നിൽക്കേണ്ടവനല്ല, ബോധ മനസ്സിലേക്ക് ഉയരേണ്ടവനാണ്. നിനക്കതിനുള്ള കരുത്തും ശക്തിയും തീവ്രതയും ഉണ്ട്. പിന്നെന്തിന് നീ ദുഃഖിച്ചിരിക്കണം എന്ന് സ്വയം ഉള്ളിത്തട്ടി അല്ലെങ്കിൽ പുറത്ത് തട്ടി നാം തന്നെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ജീവിതത്തിൽ തളർന്നിരിക്കേണ്ട പ്രശ്നമില്ല. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നത്, ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് സുഖമായി ഇരിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദൈനംദിന ജീവിതത്തിൽ ഒരു പ്രശ്നം കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം. നിങ്ങൾ നോക്കൂ, എല്ലാവരും കരുതുന്നത് 10-25 വയസ്സ് വരെ പഠിച്ച് ജോലി നേടി ഒക്കെ ജീവിക്കാന്ന്. അപ്പോൾ 25 വയസ്സ് വരെ കഷ്ടപ്പെട്ട് പഠിത്തവും പഠിക്കാനുമുള്ള കാര്യങ്ങൾ, ഓട്ടം ചാട്ടം അതിനു വേണ്ടി. അത് കഴിഞ്ഞൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ തുടങ്ങിയ പ്രശ്നങ്ങൾ എന്താണ്? ഞാൻ വിചാരിച്ച ജോലിയല്ല, പിന്നെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണോ? എനിക്ക് ഇങ്ങനത്തെ ഒരു ജോലി ആയിരുന്നില്ലേ വേണ്ടത്, അതിൽ തൃപ്തനല്ല. ഇനി അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു സംതൃപ്തിയുള്ള ജോലി കിട്ടിയായിരിക്കുക. ജോലിയൊക്കെ നല്ലതാണ്, പക്ഷെ ആ സ്ഥലം അത്ര സൗകര്യമല്ല, അവിടുത്തെ ആളുകൾ അത്ര ശരിയല്ല, കോപ്പറേറ്റീവ് അല്ല, അവിടെ എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടെത്തും. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ കുടുംബജീവിതം തുടങ്ങുമ്പം നമ്മൾ വിചാരിക്കും, സുന്ദരൻ ഞാനും സുന്ദരി നീയും ചേർന്നിരുന്നാ തിരുവോണമെന്നും. എവിടെ? ഒരു 3 ദിവസം കഴിയുമ്പോഴേക്കും തുടങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്ന് പറഞ്ഞ് അടി ഇടി തൊഴുത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ. നിങ്ങളുടെ അമ്മ അങ്ങനെ പറഞ്ഞ ശരിയായില്ല, നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ ശരിയില്ല, നിങ്ങളുടെ ബ്രദർ അങ്ങനെ ചെയ്ത് ശരിയായില്ല, നിങ്ങൾ എൻ്റെ എന്താ പറയുക, എൻ്റെ ശരീരത്തിലുള്ള ആഭരണങ്ങളിലേക്കാണ് നിങ്ങൾ നോക്കിയത്, ശരിക്കും നിങ്ങൾ എന്നെയല്ല നോക്കിയത്. അതായിരിക്കാം ഒരു തമാശ കഥ പറയും. പണ്ട് പരമശിവനും പാർവതീദേവിയും തമ്മിലുള്ള കല്യാണം. അപ്പോൾ അന്ന് ഭൂതഗണങ്ങളും ദേവന്മാരും ഒക്കെ കൂടെ പരമശിവൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ അങ്ങയ്ക്ക് വേണ്ടി തപസ് ചെയ്യുന്നൊരു ഹിമവാൻ്റെ പുത്രിയുണ്ട്, അങ്ങ് പോയി അവരെ സ്വീകരിക്കണം. എത്ര കാലമായി അങ്ങയ്ക്ക് വേണ്ടി കഠിനമായി തപസ് ചെയ്യുന്നത്. അപ്പോൾ ദേവന്മാരുടെ ഉള്ളിലൊരു സ്വാർത്ഥത ഉണ്ട്. ഇവരുടെ കല്യാണം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടല്ല പരമശിവനെ പ്രലോഭിപ്പിച്ചത്. പിന്നെ പറഞ്ഞു, നോക്കൂ ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് ദുരിതങ്ങളുണ്ട്. അപ്പോൾ ഈ അസുരന്മാരുടെ ശക്തി വർദ്ധിക്കുന്ന, ദേവന്മാർക്കൊരു ലീഡറില്ല. ഇപ്പം ദേവന്മാർക്ക് ലീഡർ ഉണ്ടാവണമെങ്കിൽ ബൃഹസ്പതി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, പരമശിവനും പാർവതീദേവിയും കല്യാണം കഴിച്ചാൽ അതിൽ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടാവും, ആ ദേവനെ നിങ്ങൾ ലീഡറാക്കി വെച്ചോ. അപ്പോൾ ലീഡറെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ നടക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ പോലെയാണ്. അതായത് പ്രസിഡന്റ് ഇല്ലാതെ പ്രസിഡന്റിനെ അന്വേഷിച്ച് നടക്കേണ്ട ഗതികേടിലേക്ക് അവർ വന്നതുപോലെ ഇവിടെ ദേവന്മാർക്ക് ഇപ്പോൾ ഒരു ലീഡറെ വേണം. അപ്പോൾ അതിന് പരമേശ്വരനെ പ്രലോഭിപ്പിച്ചിട്ട് എങ്ങനെയും കല്യാണം നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ പരമശിവൻ എന്ത് ചെയ്തു അറിയോ? കല്യാണത്തിനൊക്കെ തയ്യാറ്. ശരി ഞാൻ കല്യാണത്തിനൊക്കെ റെഡിയാവാം. ആദ്യമൊക്കെ അദ്ദേഹം പറയേ എനിക്കിതൊന്നും പറ്റില്ല, ഞാൻ ധ്യാനത്തിലേക്ക് പോവുകയാണ്. അല്ല പാടില്ല, അങ്ങ് വരണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിനെയൊക്കെ പ്രലോഭിച്ച് അദ്ദേഹം വന്നത്, എല്ലാവരും വിചാരിച്ചു മേക്കപ്പ് റൂമിൽ പോയിട്ട് വരികയാണെന്ന്. കാരണം പരമശിവൻ ഇന്നത്തെ യുവാക്കളെപ്പോലെ നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് നല്ല സുന്ദരക്കുട്ടപ്പനായിട്ട് കല്യാണ ചെക്കനായിട്ടൊക്കെ വരുന്നു. ആകെ മേല് മുഴുവൻ ഭസ്മം പൂശിയിട്ട് ജടയൊക്കെ കെട്ടിയിട്ടുണ്ട് ഒരു വരവ്. ദേവന്മാർ അന്തം വിട്ടുപോയി. ദേവന്മാർ വെച്ചു, പരമശിവ ഈ കോലത്തിൽ കെട്ടാൻ പോയ പാർവതീദേവി അവരെ എന്താ പറയുക ജീവനം കൊണ്ട് സ്ഥലം വിടും, ആര് കെട്ടും ഈ രൂപത്തെ? ഉടനെ പരമശിവൻ പറഞ്ഞു, എൻ്റെ ഈ ദേഹം കണ്ടിട്ട് ആരും എന്നെ കെട്ടാൻ വരണ്ട, അതുകൊണ്ട് ഈ ദേഹത്തോട് നിങ്ങൾക്ക് വലിയ ആർക്കൊരു മമത വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഭസ്മം പൂശിയത്. അപ്പോൾ ആലോചിച്ച് നോക്കും. ശരിക്കും ഇന്ന് എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത്, ഈ കാര്യം മനസ്സിലാക്കിയപ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഭസ്മം പൂശി വരേണ്ട ഒരു കാലം വരണം. കാരണം വെച്ചാൽ ഈ എന്താ പറയുക ഉള്ള ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് വരുമ്പം
ഒരാളും ആ കുട്ടിയുടെ മുഖത്തേക്കല്ല നോക്കുന്നത്, ഒക്കെ നോക്കുന്നത് എത്ര തൂക്കണ്ടെന്ന് ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കുക. എങ്ങനെ ഉണ്ടാവുക കല്യാണം, പിന്നെ കല്യാണം കഴിഞ്ഞാൽ അതിലേക്ക് തന്നെയല്ലേ നോക്കുക, വേറെന്താ നോക്കുക. അപ്പം തന്നെയല്ല ഇവർ നോക്കേണ്ടത്, തൻ്റെ ആഭരണത്തെയാണ് നോക്കേണ്ടത് എന്നുള്ളൊരു കൾച്ചറിലേക്ക് നമ്മൾ പോയപ്പോൾ ബന്ധങ്ങൾക്കൊന്നും സ്ഥിരതയില്ലാതെ, ബന്ധങ്ങളൊക്കെ പണത്തിലും സ്വർണത്തിലും തൂങ്ങി നിന്നുപോയി. കാരണം ആ തൂങ്ങിക്കിടക്കുന്ന സ്വർണത്തിലേക്കാണ് ആളുകളുടെ ശ്രദ്ധ പോണത്. എന്ന് പറഞ്ഞതുപോലെ നാം നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കണം. എൻ്റെ ജീവിതത്തിൽ തളരണോ തളരണ്ടയോ, ദുഃഖിക്കണോ ദുഃഖിയാവണ്ടയോ ഒക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാൻ എന്ന ബുദ്ധിഭേദം ജനേത്, എൻ്റെ ബുദ്ധിയെ ഞാനൊരിക്കലും ഭേദം കാണിക്കരുത്, അതിനെ ദുർബലനാക്കരുത്, അതിനെ തളരാൻ അനുവദിക്കരുത്. ഞാൻ എൻ്റെ ബുദ്ധിയോട് പറയേണ്ടത് ഉത്തിഷ്ഠത, ജാഗ്രത. എനിക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കും. അതിനെന്താ വേണ്ടത്? ഞാൻ എൻ്റെ ശ്രദ്ധ മാറ്റിയാൽ മതി, വേറൊന്നും വേണ്ട. ശ്രദ്ധ വേറൊരു കാര്യത്തിലേക്ക് ഉറപ്പിച്ച് അതിൽ മനസ്സിനെ വെച്ച് നാം ഉറച്ച തീരുമാനത്തോടുകൂടി ജീവിക്കാൻ തയ്യാറായാൽ ഈ പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുമെന്ന് ഗീത ഉറപ്പ് തരികയാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം, ഹരി ഓം.